നമ്മൾ നമ്മുടെ നഫ്സിൻ്റെ തിന്മകളിൽ നിന്നും നമ്മുടെ കർമ്മങ്ങളുടെ തിന്മകളിൽ നിന്നും അവനോട് കാവലിനെ ചോദിക്കുന്നു. മയ്യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയെങ്കിലും വഴിയിലാക്കിയാൽ അവനെ വഴിതെറ്റിക്കാൻ ആരും തന്നെയില്ല. വമൻ യുളിൽ ഫലാ ഹാദിയ ലഹ്. അല്ലാഹു വഴികേടിലാക്കിയവനെ നേർവഴിക്ക് നയിക്കാൻ മറ്റാരും തന്നെയില്ല. وأشهد أن لا إله إلا الله وحده لا شريك له. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് യഥാർത്ഥ ആരാധനക്കർഹൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഏകനാണെന്നും അവന് യാതൊരു തരത്തിലുള്ള പങ്കുകാരില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ അടിമയാണെന്നും റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും അവൻ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും അവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബി, ഏതൊരു അല്ലാഹുവിൻ്റെ പേരിലാണോ നിങ്ങൾ പരസ്പരം സഹായം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽഅർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലൂ ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും ശരിയായ വാക്ക് പറയുകയും ചെയ്യുക. യുസ്ലിഹ് ലക്കും അഅമാലക്കും, എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നിങ്ങൾക്ക് നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചാൽ ഫഖദ് ഫാസ ഫൗസൻ അളീമ, ഏറ്റവും മഹത്തായ വിജയമാണ് അവൻ നേടിയിരിക്കുന്നത്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്, ഏറ്റവും നല്ല വർത്തമാനം അള്ളാഹുവിൻ്റെ സംസാരമായ വിശുദ്ധ ഖുർആനാണ്. വഖൈറൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗദർശനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മാർഗദർശനമാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും തിന്മയായിട്ടുള്ളത് ആ പ്രവാചകനും സഹാബത്തിനും ശേഷം മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ ഉണ്ടാക്കപ്പെട്ട എല്ലാ പുതു നിർമ്മിതികളും അത് അനാചാരമാണ്, ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും പുത്തനാചാരങ്ങളും അത് വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും അത് നരകത്തിലാണ്. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി അനുഷ്ഠിക്കാനും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞ ഏതാനും വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഖുതുബകളിലും പെരുന്നാൾ ഖുതുബകളിലും ജുമുഅ ഖുതുബകളിലും പ്രസംഗങ്ങളിലുമെല്ലാം തുടക്കത്തിൽ ഓതിയിരുന്ന അൽ ഖുതുബത്തുൽ ഹാജ്ജ എന്നറിയപ്പെടുന്ന ഏതാനും ശകലങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലിമാദുൽ അസ്ദി എന്നറിയപ്പെടുന്ന ഒരു സാഹിറായ റുഖിയ നടത്തുന്ന ആൾ, അതായത് പിശാച് ബാധിച്ച ഭ്രാന്ത് ഇളകിയ ആളുകളെയൊക്കെ മക്കയിൽ ചികിത്സിച്ചിരുന്ന ഒരു വൈദ്യനായിരുന്നു ലിമാദുൽ അസ്ദി.
മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്താണ്, നബിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്, നബി ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭ്രാന്ത് ചികിത്സിക്കാൻ വേണ്ടി ലിമാദുൽ അസ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം മക്ക സന്ദർശിച്ച സമയത്തിൽ ഖുറൈശികൾ അദ്ദേഹത്തെ പോയി ചെന്ന് കാണുകയും മുഹമ്മദിനെ ചികിത്സിക്കണമെന്ന് പറയുകയും അങ്ങനെ മക്കയിലെ മുശ്രിക്കുകളുടെ അഭ്യർത്ഥന പ്രകാരം ലിമാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയോട് റുഖ്യ നടത്താൻ ആവശ്യപ്പെടുന്നത്. നബിയെ റുഖ്യ ചെയ്ത് ചികിത്സിക്കാൻ വേണ്ടി റുമാദ് സമ്മതം ചോദിക്കുന്നു. നിങ്ങൾക്ക് ഭ്രാന്താണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ മന്ത്രം നടത്തി ചികിത്സിക്കട്ടെ എന്ന് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് ലിമാദിന് ഓതിക്കൊടുത്ത ചില വചനങ്ങളാണ് നമ്മൾ ഈ കേട്ട ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു എന്ന് തുടങ്ങുന്ന ഖുത്ബത്തുൽ ഹാജ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉച്ചരിക്കുന്ന സന്ദർഭം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്താണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റുഖിയ നടത്തി ഭ്രാന്ത് ചികിത്സിക്കണമെന്നും മക്കയിലെ മുശ്രിക്കുകൾ ലിമാദുൽ അസ്ദിയോട് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ലിമാദ് റുഖിയ നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞ ചില വാക്യങ്ങളാണ് നമ്മൾ എല്ലാ ഖുതുബകളിലും, നിക്കാഹ് ഖുതുബകളിലും, ജുമുഅ ഖുതുബകളിലും, പെരുന്നാൾ ഖുതുബകളിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട സദസ്സുകളിലുമെല്ലാം തൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഉച്ചരിച്ചിരുന്ന ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു എന്ന് തുടങ്ങുന്ന ഈ ഖുത്ബത്തുൽ ഹാജ ആ ഉച്ചരിച്ച സന്ദർഭത്തിൽ ലിമാദ് പറഞ്ഞൊരു മറുപടിയുണ്ട്. ലഖദ് സമിഅതു ഖൗലൽ കാഹിനി വഖൗല സാഹിരി വഖൗല ശുഅറാ ഫമാ സമിഅത മിസ്ല കമാ കുല്ലമാ ആഉലായിനാണ്. ഞാൻ പല ഖുത്ബകളും പല റുഖ്യകളും പല മന്ത്രങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ജ്യോത്സ്യന്മാരുടെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, കവികളുടെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, സാഹിറുകളുടെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല, ഇതേപോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ലിമാദുൽ അസ്ദി കെലിമ ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമാകുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെ, ഒട്ടേറെ റുഖിയ നടത്തിയ ഒട്ടേറെ ജ്യോത്സ്യന്മാരെയും സാഹിർമാരെയും എല്ലാം പരിചയമുള്ള ലിമാദുൽ അസ്ദിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബത്തുൽ ഹാജ ഉച്ചരിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് എന്താണ് സഹോദരങ്ങളെ? പലതും ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാൽ ഇത് അതേപോലെയുള്ള വചനങ്ങളല്ല, ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കെലിമ ചൊല്ലി മുസ്ലിമാകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്യങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് എങ്ങനെയാണോ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത്, അതേപോലെയാണ് ഖുത്ബത്തുൽ ഹാജ ഞങ്ങൾക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഏത് പ്രതിസന്ധിയിലും അൽ ഖുത്ബത്തുൽ ഹാജ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൻ്റെ സന്ദർഭത്തിലുള്ള ഖുത്ബ എന്നാണ്. അല്ലേ, മനുഷ്യൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ സന്ദർഭങ്ങൾ തുടക്കത്തിൽ നമ്മൾ ഉച്ചരിക്കേണ്ട വചനമാണ്. പ്രസിദ്ധരായ പണ്ഡിതന്മാരൊക്കെയും അവരുടെ വചനങ്ങൾ, അവരുടെ കൃതികൾ, അവരുടെ എഴുത്തുകൾ, അവരുടെ കിതാബുകൾ തുടങ്ങുന്നത് ഈ വചനങ്ങൾ കൊണ്ടാണ്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. നോക്കി, ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൽ ഹംദലില്ലാ, നിശ്ചയമായും സ്തുതി സർവവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. നമ്മുടെ ഈ ജീവൻ, അല്ലേ, നമുക്ക് നൽകിയ ഈ ആയുസ്സും നമ്മുടെ ഈ ശരീരവും നമ്മുടെ എല്ലാ കഴിവുകളും അത് അല്ലാഹു നമുക്ക് നൽകിയത്. ആർക്കും അതിൽ യാതൊരു വിധത്തിലെ പങ്കില്ല. അത് ഉടമപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. അല്ലേ, അതേത് നിമിഷവും പിൻവലിക്കാൻ, ഈ പ്രവർത്തിക്കുന്ന ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിർത്താൻ, അല്ലേ, ഈ പ്രവർത്തിക്കുന്ന കിഡ്നികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ, നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കൊയൽ അതിൻ്റെ രക്തോട്ടം അവസാനിപ്പിക്കാൻ അതിനൊക്കെ കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ രക്തക്കൊയലുകളും ഈ സംവിധാനങ്ങളുമെല്ലാം നമുക്ക് തന്ന അല്ലാഹു മാത്രമാണ് ഇത് ഉടമപ്പെടുത്തുന്നതും അത് അവസാനിപ്പിക്കാൻ കഴിവുള്ളവനും. അതുകൊണ്ട് സ്തുതി സർവവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. അത് അല്ലാഹു നൽകിയതാണ്, അല്ലാഹു മാത്രം നൽകിയതാണ്. അത് ഉടമപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. ആ അനുഗ്രഹം ഏത് നിമിഷവും പിൻവലിക്കാനുള്ള പൂർണ്ണമായ അധികാരവും കഴിവുമുള്ളത് അല്ലാഹുവിന് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഫാത്തിഹയുടെ തുടക്കത്തിലും നമ്മൾ ഓതുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു ദിവസം നമ്മൾ നിസ്കാരത്തിൽ മുഴുവൻ എല്ലാ ഫാത്തിഹയിലും നമ്മൾ ഉച്ചരിക്കുന്ന വചനമാണ് അൽഹംദുലില്ലാ എന്നത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് തന്നെയാണ് ഖുത്ബത്തുൽ ഹാജയും തുടങ്ങുന്നത്.
പിന്നെ നഹ്മദുഹു വനസ്തഈൻ ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു, നമ്മൾ അവനോട് സഹായം ചോദിക്കുന്നു അല്ലേ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലേ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹയുടെ അതേപോലത്തെ വചനമാണ് വനസ്തഈനുഹു, ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു, വനസ്തഗ്ഫിറുഹു, ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്നുള്ളത്. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അവൻ്റെ പരലോക വിജയത്തിൻ്റെ അടിസ്ഥാനമാണെന്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് പൊറുക്കൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നുള്ളത്, അതാണ് ഒരു വിശ്വാസിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഏത് കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുമ്പോൾ, ഏതൊരു പ്രശ്നത്തിലും, അത് കുടുംബ പ്രശ്നമാകട്ടെ, അത് സാമ്പത്തിക പ്രശ്നമാകട്ടെ, ഒരു കരാർ എഴുതാനിരിക്കാകട്ടെ, ഒരു കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാനിരിക്കാട്ടെ, ഒരു സാമൂഹ്യ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യാനിരിക്കാകട്ടെ, അതിന് തുടക്കത്തിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനോട് സഹായം ചോദിക്കുകയും അവനോട് പൊറുക്കലിനെ തേടി അവനിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ടാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസി അവൻ്റെ ഏതൊരു പ്രശ്നത്തെയും അവൻ സമീപിക്കേണ്ടത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബത്തുൽ ഹാജയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. അതിൽ ഓരോ വചനങ്ങൾ നമുക്ക് നൽകുന്ന ആഴമേറിയ വിവരങ്ങൾ അതാണ്. നോക്കി, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ തിന്മയുണ്ട്, നമുക്കറിയില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ മക്കളിൽ പോലും നമുക്ക് പരീക്ഷണമുണ്ട്, നമ്മുടെ സ്വത്തിൽ നമുക്ക് പരീക്ഷണമുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് നാളെ എതിരായി നമുക്ക് വരുന്നൊരവസ്ഥ ഉണ്ടായിരിക്കാം. അതിൻ്റെ ഇപ്പോൾ നമുക്കറിയില്ല സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങളിൽ എന്തൊക്കെയാണ് ഖൈറെന്ന്, എന്തൊക്കെയാണ് ആത്യന്തികമായി നമുക്ക് തിന്മയായി വരിക എന്ന് ഒരാൾക്കും തന്നെ മുൻകൂട്ടി അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് അതിനൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ ഷെറിൽ നിന്നും പടച്ചോനെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ ഖൈറിൽ നിന്ന്, അതിൻ്റെ ഷെറിൽ നിന്ന് കാവലിനെ തേടി അതിൻ്റെ ഖൈർ ചോദിച്ചുകൊണ്ടാണ് നമ്മളത് ആരംഭിക്കുന്നത്. എന്തൊരു ആശ്വാസമാണ് സഹോദരങ്ങളെ. അതേപോലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന കലിമത്തു തൗഹീദ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതൊന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അത് നമ്മൾ ചൊല്ലുന്നത്. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അതിനുശേഷം നോക്കി, മൂന്ന് ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിലെ തഖ്വയുമായി ബന്ധപ്പെട്ട് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ വിജയത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് വിജയം വേണോ സഹോദരങ്ങളെ? നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ വിജയം വേണോ? നമ്മുടെ കച്ചവടത്തിൽ വിജയം വേണോ? സാമൂഹികമായ ഇടപാടുകളിൽ വിജയം വേണോ? ദഅവത്തിൽ നമുക്ക് വിജയം വേണോ സഹോദരങ്ങളെ? നമ്മുടെ സകല കാര്യങ്ങളിലും നമുക്ക് വിജയം വേണമെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. ഇതെല്ലാം നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളും ഈ സാഹചര്യങ്ങളും ഈ സംവിധാനങ്ങളും എല്ലാം ഒരു പരീക്ഷണം എന്ന നിലയിൽ നമുക്ക് ഒരുക്കി തന്ന ആ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ശാശ്വതമായ വിജയമുള്ളത്. അതുകൊണ്ട് അതാണ് നമ്മൾ ആ മൂന്നായത്തിലും വിശുദ്ധ ഖുർആനിലെ തഖ്വയുമായി ബന്ധപ്പെട്ട യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം അല്ലാഹുവിൻ്റെ റസൂൽ പ്രവാചകൻ 23 വർഷം നിങ്ങൾക്കിടയിൽ ജീവിച്ച്, ആ സഹാബത്തിനിടയിൽ ജീവിച്ച് എങ്ങനെയാണ് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എന്ന് ചെറുതും വലുതുമായ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യം മുതൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം വരെ സകലമാന കാര്യങ്ങളും ഈ സമുദായത്തിന് പഠിപ്പിച്ചുകൊണ്ട്, സമുദായത്തിന് നേർ സാക്ഷ്യം വഹിച്ചുകൊണ്ട് 23 വർഷം പ്രവാചകൻ ആ സഹാബത്തിനിടയിൽ ജീവിച്ചു. ആ സഹാബികൾ ആ ജീവിതം താബിയുകൾക്ക് അതേപോലെ ജീവിച്ച് കാണിച്ച് കൈമാറി സഹോദരങ്ങളെ. അത് അടുത്ത തലമുറയിൽ നിന്ന് തലമുറകളിലേക്ക്, അങ്ങനെ ഈ നൂറ്റാണ്ടിലെ ഈ ലോകത്തെ ഏറ്റവും പ്രഗത്ഭന്മാരായ 3 തലമുറകൾ അല്ലേ, അത് സഹാബത്താണ്, അത് താബിയുകളാണ്, താബികളാണ്. ആ തലമുറകളിലൂടെ ആ ജീവിതം കൈമാറ്റം ചെയ്തുവെന്ന് 1400 വർഷം ഇപ്പുറം നമ്മൾ നിൽക്കുമ്പോഴും ആ പ്രവാചകൻ എന്തൊക്കെ എവിടൊക്കെ എങ്ങനെ ചെയ്തു എന്ന് വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ. പ്രവാചകൻ ദേഷ്യപ്പെട്ടത് എപ്പോഴാണ്? പ്രവാചകൻ ചിരിച്ചതെപ്പോഴാണ്? പ്രവാചകൻ ചിരിച്ചപ്പോൾ പ്രവാചകന്റെ എത്ര പല്ല് കണ്ടു എന്ന് അന്ന് വീഡിയോ ഇല്ലാത്തൊരു കാലത്ത്, റെക്കോർഡിംഗ് സംവിധാനമില്ലാത്ത ഒരു കാലത്ത് ആ പ്രവാചകനെ കാണുന്നത് പോലെ ചിരിക്കുന്ന നബിയെ ഒരാൾ എങ്ങനെ നോക്കി കാണുന്നോ അതേപോലെയാണ് സഹാബത്ത് താബിയുകൾക്ക് ആ പ്രവാചകൻ ചിരിച്ചപ്പോൾ മുന്നിലെ 2 പല്ലുകൾ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നത്. ഇന്ന സമയത്ത് പ്രവാചകൻ ദേഷ്യപ്പെട്ടപ്പോൾ മുഖം ചുവന്നു എന്ന് പറഞ്ഞത് ഒരു നേർക്കാഴ്ച പോലെ ആ ജീവിതം നമുക്ക് 1400 വർഷം ഇപ്പുറം നിന്നും അത് ആസ്വദിക്കാൻ കഴിയുന്നത്, അത് അനുഭവിക്കാൻ കഴിയുന്നത്, അത് പഠിക്കാൻ കഴിയുന്നത് അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത്? ആ സൂക്ഷിക്കേണ്ട മുറപ്രകാരം ആ 23 വർഷം പ്രവാചകൻ നമുക്കിടയിൽ ജീവിച്ച് എങ്ങനെയാണ് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തന്ന ആ പ്രവാചകന്റെ സാക്ഷ്യം ഇവിടെ കൃത്യമായിട്ട് നിലനിൽക്കുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തഖുല്ല എന്ന് വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകൾ ഓതിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് ആ ഖുതുബത്തുൽ ഹാജയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവുമായിട്ടുള്ള ബന്ധം നമ്മൾ അല്ലാഹുവിനോട് നിരന്തരം തെറ്റ്
ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് ആ അള്ളാഹുവിനോട് ഏതൊരു വിഷയത്തിലും നിങ്ങളുടെ പ്രാർത്ഥനയിലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് എന്ന് സൂറത്ത് ഫുർഖാനിലെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ചെറിയ കാര്യത്തിൽ, ജീവിതത്തിലെ ചെറിയ കാര്യത്തിൽ പോലും അള്ളാഹുവിനെ അവലംബിക്കേണ്ടത്, അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടത്. സഹാബത്ത് അവരുടെ ചെരുപ്പിന്റെ വാറ് പോന്നാൽ പൊട്ടിയാൽ പോലും അള്ളാഹുവിനോട് സഹായം ചോദിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് അത്ര നിസാരമായ കാര്യങ്ങൾക്ക് പോലും അള്ളാഹുമായിട്ട് ബന്ധപ്പെടുമ്പം, അള്ളാഹുവിനോട് സഹായം ചോദിക്കുമ്പം ഒരു വിശ്വാസി ജീവിതത്തിൽ അള്ളാഹുവിനോട് എത്ര ചേർന്നിരിക്കുന്നു, അള്ളാഹുവിനെ എത്ര ആശ്രയിച്ചിരിക്കുന്നു, അള്ളാഹുവിനോട് എത്ര ബന്ധമുണ്ട് എന്നാണ് നമ്മൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഖുതുബത്തുൽ ഹാജയിലൂടെ അള്ളാഹുവിനോട് സഹായം ചോദിക്കുമ്പം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പം, അത് നമ്മളെ നഫ്സിന്റെ തിന്മകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുമ്പം, അള്ളാഹു തൗഹീദിൽ അചഞ്ചലമായി അള്ളാഹു ഏകനാണ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നുറക്കെ പ്രഖ്യാപിക്കുന്നതിലൂടെ, ആ പ്രവാചകനായി അനുധാവനം ചെയ്യുന്നതിലൂടെ, ജീവിതത്തിൽ പ്രവാചകന്റെ കർമ്മങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുടമായും ആ പ്രവാചകനെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്നതിലൂടെ, സഹോദരങ്ങളെ, തഖ്വ കൈകൊണ്ട് ജീവിക്കുന്നതിലൂടെ നമ്മൾ പരലോക വിജയമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് ആ പ്രവാചകനെ, അള്ളാഹുവിനെയും റസൂലിനെയും ആരാണ് അനുസരിച്ചത് അവനാണ് ഏറ്റവും മഹത്തായ വിജയം നേടിയിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ബാങ്ക് ബാലൻസോ, ബിസിനസ്സിലെ നമ്മുടെ സംരംഭങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതൊക്കെ സംരംഭങ്ങൾ ദുനിയാവിൽ സഹോദരങ്ങളെ വിജയിച്ചാലും, നമുക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടായാലും, നമ്മൾ എത്ര പ്രശസ്തനായി മാറിയാലും, അധികാരത്തിന്റെ ഏത് കസേരയിൽ നമ്മൾ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും സഹോദരങ്ങളെ, വിജയമെന്നത് ആത്യന്തികമായ വിജയമെന്നത് ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് അനുസരിച്ചതെങ്കിൽ ഫഖദ് ഫാസ ഫൗസൻ അളീമ, ഏറ്റവും മഹത്തായ വിജയം അവനാണ് നേടിയത്. സഹോദരങ്ങളെ, അള്ളാഹു നീതിമാനാണ്. ഇഹലോകത്ത് വെച്ച് സാമ്പത്തികമായി വലിയ സ്വാധീനമുണ്ടാക്കാൻ ഒരുപക്ഷെ എല്ലാവർക്കും കഴിഞ്ഞോണമെന്നില്ല, വലിയ പ്രശസ്തരാകാൻ എല്ലാവർക്കും കഴിഞ്ഞോണമെന്നില്ല. എന്നാൽ ഏറ്റവും മഹത്തായ വിജയം എന്ന് അള്ളാഹു വിജയമായി പ്രഖ്യാപിച്ച അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന വിജയം, അതേത് മനുഷ്യനും, ഏത് സാധാരണക്കാരനും, ഏത് അധികാരത്തിന്റെ വലിയ സ്വാധീനമുള്ള ആളുമായാൽ പോലും, ഏത് നിസ്സാരക്കാരനായ, വളരെ ദരിദ്രനായ, വളരെ സാമ്പത്തികവും ശാരീരികവുമായി ദുർബലനായ ഒരു മനുഷ്യനായിരുന്നാൽ പോലും ഈ വിജയം, അള്ളാഹു വിജയം എന്ന് പ്രഖ്യാപിച്ച, അള്ളാഹു മഹത്തായ വിജയം എന്ന് പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നത് അതേതൊരു മനുഷ്യനും ജീവിതത്തിൽ കൈവരിക്കാൻ സാധ്യമായ ഒന്നാണ്. അതാണ് അള്ളാഹുവിൻ്റെ നീതി. സഹോദരങ്ങളെ, ബാക്കിയെല്ലാം പരീക്ഷണമാണ്. അതുകൊണ്ട് അതേതൊരു മനുഷ്യനും സാധിക്കുന്നതാണ്. തൻ്റെ കഴിവിനും തൻ്റെ സ്വാധീനത്തിനും തൻ്റെ സാഹചര്യത്തിനും അനുസരിച്ച് കഴിയുന്നത്ര അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ആരാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്, അവർക്കാണ് ശാശ്വതമായ വിജയമുള്ളത്. അവർക്കാണ് ഈ മരണത്തിന് ശേഷമുള്ള മരിക്കാത്ത മരണാനന്തര ജീവിതത്തിൽ ശാശ്വതമായ സുഖം അവർക്കാണുള്ളത് എന്ന് ഈ ഖുതുബത്തുൽ ഹാജയിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഏതാനും നമ്മൾ സ്ഥിരമായി ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താ അതെന്തോ ഒരു നിസാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അള്ളാഹുവിൻ്റെ റസൂൽ 23 വർഷത്തെ അവിടുത്തെ നിരന്തരമായ പ്രസംഗങ്ങളിൽ നിരന്തരമായി സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയ, അഭിസംബോധന ചെയ്ത ഏതാനും വചനങ്ങളാണിത്. അത് വളരെ ഗൗരവപൂർവ്വം, അതിലെ ഓരോ വാക്കുകളും എത്രത്തോളം മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ആ ലിമാദുൽ അസ്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭ്രാന്ത് ചികിത്സിക്കാൻ വന്ന ലിമാദുൽ അസ്തി അത് കേട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ച് മുസ്ലിമായി മാറുന്ന സാഹചര്യമാണ് നമ്മൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വചനങ്ങൾ സ്ഥിരമായി കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മറന്നു കളയരുത്. ആ 3 ആയത്തുകൾ ഒരു വിശ്വാസിയെ, ആ 3 ആയത്ത് മതി എന്നാണ്. ഒരു പ്രസംഗത്തിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, ആ ഖുതുബത്തുൽ ഹാജ ഒന്നർത്ഥം വെച്ച് മനസ്സിരുത്തി കേട്ടാൽ അത് മതി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം നന്നാകാൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത്. സഹോദരങ്ങളെ, എങ്ങനെ നിങ്ങൾ ജീവിച്ചാലും മരണ സന്ദർഭത്തിൽ ഈമാൻ കിട്ടാതെ മരിക്കുന്ന ഒരു സാഹചര്യം, മുസ്ലിമായിട്ടല്ലാതെ മരിക്കുന്ന ഒരു സാഹചര്യം ഒരാൾക്ക് ഉണ്ടാകാൻ
പാടില്ല എന്നാണ്. അത് എങ്ങനെ ജീവിച്ചാലും അന്ത്യമാണ് ഏറ്റവും അതിൻ്റെ ക്ലൈമാക്സ് സഹോദരങ്ങളെ. ആ മരണത്തിൻ്റെ സമയമാണ്. ആ ഒരു സമയത്ത് വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥ വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല ജീവിതത്തിൽ. അതുകൊണ്ടാണ് സഹാബത്ത് പ്രാർത്ഥിച്ചതായി കാണാൻ പറ്റും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം, ഏറ്റവും നല്ല ദിവസം എൻ്റെ അന്ത്യ ദിവസമാക്കി മാറ്റണേ. ഞാൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ തഖ്വയോടുകൂടി ജീവിച്ച ദിവസമായിരിക്കണം ഒരാൾ മരിക്കേണ്ടത്. സഹോദരൻ, മരിക്കുന്ന സന്ദർഭമാകണം ജീവിതത്തിൽ ഏറ്റവും തഖ്വയുള്ള സന്ദർഭം. അതുകൊണ്ട് ആ ഒരു ക്ലൈമാക്സിന് വേണ്ടി സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പണിയെടുക്കാൻ വേണം. അതേപോലെ തന്നെ യാ യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ എന്ന് തുടങ്ങുന്ന ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ. നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ വീഴാൻ കാരണം, നരകത്തിൽ തലകുത്തി വീഴാൻ കാരണം അവരുടെ നാവ് സമ്പാദിച്ചതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഖൈർ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് പറയാം, ഒരു ഖൈർ നിങ്ങൾക്ക് പറയാനില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നോളിന്ന്. കാരണം നാവ് കാരണമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ പോവുക. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ. പറയുകയാണെങ്കിൽ നല്ല വാക്ക് പറയാം, ഏറ്റവും ശരിയായ വാക്ക് പറയാം. ആളുകളെ പിഴപ്പിക്കുന്ന, ആളുകളെ തെറ്റിലേക്ക് നയിക്കുന്ന സഹോദരങ്ങളെ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരരുത്. അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കുക എന്ന് ഈ 3 ആയത്ത് മതി സഹോദരങ്ങളെ. ഈ 3 ആയത്ത് മാത്രം ഓതി ഖുതുബ അവസാനിപ്പിച്ചാലും അത് മതി സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്നാകാൻ. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് എന്താ വെച്ചാൽ, ഇസ്ലാം വരുന്നതിന് മുമ്പ് അറബികൾ അവരുടെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിലൊക്കെ ഗോത്രമഹിമകൾ പറഞ്ഞു, സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും എല്ലാം മഹത്വങ്ങൾ ഓതി പറഞ്ഞുകൊണ്ടാണ് സാധാരണഗതിയിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ഖുതുബ തുടങ്ങിയിരുന്നത്. അത് മാറ്റിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലിമാദുൽ അസ്ദിയുടെ സംഭവത്തിന് ശേഷം ഖുതുബത്തുൽ ഹാജ്ജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ തുടങ്ങിയത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് കൃത്യമായും മനസ്സിലാക്കുകയും പഠിക്കുകയും അത് വേണ്ട. അതൊരു ഖുതുബ മാത്രമല്ല, ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് സന്ദർഭങ്ങളുണ്ടോ സഹോദരങ്ങളെ, നമുക്കൊരു ബിസിനസ്സിൻ്റെ ഡീല് നമ്മൾ എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫാമിലി പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ മകളുടെയോ കുടുംബത്തിലെയോ ഒരു വൈവാഹിക പ്രതിസന്ധി നമ്മൾ ചർച്ച ചെയ്തിരിക്കണമെങ്കിൽ നമ്മളെ മനുഷ്യനെ സംബന്ധിച്ച് അവനെ ബാധിക്കുന്ന ഏതൊരു പ്രശ്നത്തിൻ്റെയും തുടക്കത്തിൽ നമ്മൾ ഉച്ചരിക്കേണ്ട വചനങ്ങളാണ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അവനോട് സഹായം ചോദിച്ചുകൊണ്ട്, അവനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട്, അവനെ മാത്രം ആരാധിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അള്ളാഹുവിനോടും റസൂലിനോടും വിധേയത്വമുള്ളവനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഏതൊരു വിഷയവും ഒരു വിശ്വാസി സമീപിക്കേണ്ടത് എന്ന വലിയ പാഠമാണ് ഖുതുബത്തുൽ ഹാജ നമുക്ക് നൽകുന്നത്. അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വേൾഡ് കപ്പിൻ്റെ സമയമാണ്. പല കളികളും രാത്രിയാണ്. കളി തെറ്റാണ് എന്നോ കളി ഹറാമാണോ എന്ന് പറയാനല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹലാലായ കാര്യങ്ങളിലും വിശ്വാസിക്ക് നിയന്ത്രണമുണ്ട്. നമ്മുടെ നമസ്കാരത്തിനോ നമ്മുടെ ദീനിനേക്കാൾ അള്ളാഹുവിനും റസൂലിനും മുകളിൽ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനയ്ക്ക് മുകളിൽ ഏത് ഹലാലായ കാര്യം വന്നാലും അത് നമ്മൾ പേടിക്കേണ്ടതാണ്. ഇപ്പോൾ കളി കണ്ട് സുബൈ ജമാഅത്ത് സ്ഥിരമായി ജമാഅത്തിന് പോകുന്ന ഒരാളെ സുബൈ ജമാഅത്ത് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, തഹജ്ജുദ് നമസ്കാരം സ്ഥിരമായി നിസ്കരിച്ചിരുന്ന ഒരാളുടെ നിസ്കാരം നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ നമ്മളിത് ഭയപ്പെടേണ്ടതുണ്ട്. വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹ ഹുസ്വ ഉലൈക ലഹും അദാബും മുഹീൻ എന്ന ആയത്തിൻ്റെ പരിധിയിലാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കാണയിൽ തെറ്റില്ല, ഞാൻ പറയണിലും തെറ്റൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ ദീനിനെ അത് തകർക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ഫുട്ബോളിൻ്റെ ലഹരി വരാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താണ് എല്ലാവരും അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങളെ അത് ശരിയാവില്ല. അത് കൃത്യമായിട്ട് എല്ലാത്തിനും ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവസ്മരണയിൽ നിന്ന് അകറ്റുന്ന ഏതൊരു കാര്യത്തെയും ഇസ്ലാം ഗൗരവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് എന്ത് ഹലാലാണെങ്കിലും ശരി. നിസ്കാരം നഷ്ടപ്പെടുക, സമയനിഷ്ഠ പാലിക്കാതിരിക്കുക, ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് ഖുർആൻ ഓതുന്നവർക്ക് ഇപ്പോൾ വേൾഡ് കപ്പായ ഖുർആൻ ഓതാൻ നേരല്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അത് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടുന്നത് നമ്മൾ സമയം നഷ്ടപ്പെടും. സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആയുസ് അള്ളാഹു വളരെ കുറഞ്ഞൊരു ആയുസ്സാണ് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. 950 1000 കൊല്ലം ജീവിച്ച ആളുകളൊക്കെ മുമ്പ് ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ വളരെ 60-നും 70-നും ഇടയ്ക്കുള്ള ചെറിയൊരു ആയുസ്സാണ് ഈ ഉമ്മത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ, അതിൽ പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ട് ഇത് ഇവിടെ പെട്ടെന്ന് അവസാനിക്കും. ഈ കളി കണ്ടുകൊണ്ടിരിക്കണയിടയിലേക്കാരൻ ചിലപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അള്ളാഹു തിരിച്ചു വിളിക്കുക. അപ്പോൾ ഇത് അവസാനിച്ച് കഴിഞ്ഞ് നമുക്ക് വലിയൊരു വിചാരണക്ക് ഹാജരാകാനുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ വിലയിരുത്തപ്പെടും, നന്മ തിന്മകളും നമ്മൾ ചെയ്തതൊക്കെ അവിടെ വിചാരണ ചെയ്യപ്പെടും. എന്നിട്ടൊരു അവിടെ മരണമില്ലാത്തൊരു ലോകത്തെ ജയവും പരാജയവും തീരുമാനിക്കുന്ന മാനദണ്ഡം അള്ളാഹു കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി, ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആഖിറത്ത് ഖൈറില്ലാത്ത ഏതൊരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും
നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും വേണം. അത് നഷ്ടപ്പെട്ടു പോകും. ആ സമയം പോയിൻ്റെ പേരിൽ നമുക്കൊരു ഖേദം, അല്ലെങ്കിൽ 2-3 ദിക്റും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചൊല്ലിയിട്ട് എന്ത് അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈക്ക്, അതേപോലെ തന്നെ അങ്ങനത്തെ 2-3 ദിക്റുകൾ ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് ആ നഷ്ടപ്പെട്ട സമയം അത് ലാഭകരമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുവദനീയമായ കാര്യങ്ങൾ പോലും എന്താണ്, അത് നമ്മുടെ അള്ളാഹുവിൻ്റെ സ്മരണയെത്തൊട്ട് നമ്മളെ തടയുന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഒരു വിശ്വാസി കാണേണ്ടത്. അതുകൊണ്ട് ആ ഒരു വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ അത് ആ ഒരു മെസ്സേജ് നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കൊക്കെ കൊടുക്കാൻ എന്ത് ചെയ്യണം. നമ്മളും ഫുട്ബോളിൻ്റെ ആളാണെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ടേ നമുക്ക് പന്തലുള്ളൂ എന്നും ഖുർആൻ കഴിഞ്ഞിട്ടേ നമുക്ക് പന്തലുള്ളൂ എന്നുള്ള ഒരു മെസ്സേജ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ വാപ്പി അതിൻ്റെ ആളാണ്, എൻ്റെ വാപ്പിയും കളിയാണിരിക്കേണ്ടതെന്നാൽ നമ്മളെ വാപ്പി മെസ്സിൻ്റെ കുപ്പായിട്ടിട്ടുണ്ട്, മകനും മെസ്സിൻ്റെ കുപ്പായിട്ടാൽ മകൻ കാണുന്ന മാതിരിയല്ല വാപ്പ കാണുന്ന മാതിരിയല്ല മകൻ മെസ്സിനെ കാണുക. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടൊരു ബോധം, ഒരു താരാരാധന വളർന്നുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ കീഴായി പോകുന്നൊരവസ്ഥ, ദീന് പോകുന്നൊരവസ്ഥ അല്ല എന്ന് നമ്മളെ കുടുംബത്തിൽ നമ്മൾ വലിയ ടി വി ഒക്കെ വെച്ചുകൊടുത്ത് നമ്മളും കാണുന്നുണ്ട്, ഒപ്പം കാണുന്നുണ്ടെങ്കിലും സഹോദരങ്ങളെ, നമ്മളെ മക്കൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ അറിയാതെ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ ലോകം എന്നുള്ളത് ഇത് ചിളിയും കളിയൊക്കെ തന്നെയാണ്, ഇത് പന്തളിയും പിന്നെ ഇതൊക്കെ തന്നെയാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ. ലഅബും വലഹുവും, ഇത് വിനോദവും കളിതമാശയൊക്കെ തന്നെയാണ്. പക്ഷേ എന്താണ് ശാശ്വത വിജയം എന്നത് എന്താണ്? അത് അള്ളാഹുവിനെ റസൂലിനെ ആരാണ് അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. അത് അള്ളാഹുവിനെ പറ്റിയുള്ള ആ ബോധം തന്നെയാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ അത് ഓഫാക്കി എണീറ്റ് പോകാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലേ, നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്, നമ്മളെ മക്കൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് അപകടത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ സാധാരണ ഉണ്ടല്ലോ. നമ്മൾ ഒരാൾ ലഹരി ഉപയോഗിക്കുമോ, ഇപ്പോൾ ഈ ശിർക്കിനെ പറ്റി പറഞ്ഞു, ഒരാൾ ഇപ്പോൾ ഇങ്ങനെ കള്ളുടിച്ച് റോട്ടിലിങ്ങനെ കിടക്കുമ്പം എന്താണ് നമുക്ക് അവനോട് എന്തൊരു മോശമാണ്, അല്ലേ, എന്ത് വൃത്തികെട്ട മനുഷ്യൻ എന്ന് നമ്മളെ മനസ്സിലേക്ക് തോന്നുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, അതിനേക്കാൾ വലിയ വൃത്തികേടാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ. ഒരാൾ കള്ളുടിച്ച് റോട്ടിൽ തുണില്ലാതെ കിടക്കിനേക്കാൾ വൃത്തികേടാണ് ഒരാൾ ചാറത്തിൽ പോയി തലകുത്തി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്നത്. അത് അതിനേക്കാൾ മോശമാണ്, മ്ലേച്ഛമാണ്. ആ ഒരു ബോധം നമുക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയിട്ടെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ശിർക്കിനെ ശിർക്കായി കാണാൻ, തൗഹീദിനെ തൗഹീദായി കാണാൻ, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണയിലും ബോധത്തിലും സൂക്ഷ്മതയിലും ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ബോധം, ഒരു സ്ഥാനവും അടുത്ത തലമുറക്ക് കൃത്യമായി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.